RSS കൂടിക്കാഴ്ചയിൽ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം കടുപ്പിച്ച് CPI. RSS നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഔദ്യോഗികമായിരുന്നു, വ്യക്തിപരമായിരുന്നു എന്ന് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ടെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ജനയുഗത്തിലെഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത്. നടപടി വൈകുന്നതിലെ ആശങ്കയാണ് ലേഖനത്തിൽ പങ്കുവച്ചതെന്ന് പ്രകാശ് ബാബു പിന്നീട് പ്രതികരിച്ചു. മുന്നണിക്കകത്തും പുറത്തും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റാത്ത മുഖ്യമന്ത്രിയുടെ CPMന്റെ സർക്കാർ നടപടിയിൽ CPI പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലും CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു ഈ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്കതീതം എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനത്തിലാണ് അജിത് കുമാറിനെ മാറ്റാതിരിക്കുന്നതിലുള്ള അതിർത്തി പ്രകാശ് ബാബു വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ നയങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അത്തരം ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണം. RSS നേതാക്കളുമായി ഇങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന് അറിയണം. കൂടിക്കാഴ്ച ഔദ്യോഗികമായിരുന്നോ വ്യക്തിപരമായിരുന്നോ എന്ന് അറിയാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട്. ഇത് പറയാനുള്ള ബാധ്യത ADGPക്കുണ്ടെന്നും ലേഖനത്തിൽ പ്രകാശ് ബാബു പറയുന്നു. ADGP ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും അത് എഴുതേണ്ടി വന്നത്. അജിത് കുമാർ RSSന്റെ നേതാക്കളെ കണ്ടത് 2023 ആ സന്ദർശനം അദ്ദേഹം തന്നെ ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പോയി എന്നും ഇവരെ രണ്ടുപേരെ കണ്ടു എന്നുള്ളതും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന ഗവൺമെന്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടതുപക്ഷ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് അജിത് കുമാർ നടത്തിയതെന്നാണ് പ്രകാശ് ബാബുവിൻ്റെയും CPIയുടെയും പക്ഷം. അജിത്ത് കുറഞ്ഞ പക്ഷം പോലീസ് മേധാവിയോ ആഭ്യന്തര വകുപ്പിനെയെങ്കിലും രേഖാമൂലം എന്തിനെ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയെന്ന് അറിയിക്കണമായിരുന്നു. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ നടപടിയാണ് അവിടെ ഉണ്ടായത്. ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാടിനെ നിലപാടെന്തെന്ന് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ സർക്കാരുകൾക്ക് ബാധ്യതയായി മാറുമെന്നും പ്രകാശ് ബാബു പറയുന്നു. അത്തരം അവസ്ഥയാണ് ADGP വരുത്തിവെച്ചത്. അതായത് ഇപ്പോഴും ADGPക്ക് കൃത്യമായ അന്വേഷണത്തിനോ നടപടിക്കോ സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകാത്തപ്പോൾ CPI ഒന്നുകൂടി വിഷയം കടുപ്പിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല, അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നെങ്കിലും മാറ്റിയേ പറ്റൂ നിലപാട് ആവർത്തിക്കുകയാണ് CPI ചെയ്യുന്നത്. നേരത്തെ മുന്നണി യോഗത്തിൽ CPIയും RJDയും NCPയും ഒക്കെ സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ഒരു നടപടിയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരുത്താതെ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ പോലും മറുപടി പറയാതെയാണ് മുന്നോട്ട് പോകുന്നത്. ADGP വിഷയത്തിൽ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് വഴങ്ങേണ്ടി വന്നുവെന്ന് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്. അല്ലെങ്കിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കേണ്ടി വരുമായിരുന്നുവെന്നും വർഗീസ് ജോർജ് ന്യൂസ് 18നോട്. അതിനെ ഗൗരവത്തോടെ നമ്മൾ കാണണ്ടേ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ ഉന്നയിച്ചു. ഞങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് നിലപാടുകൾ ഉറക്കെ പറഞ്ഞു. അതേസമയം തന്നെ LDFന്റെ ഡിസിപ്ലിൻ എനിക്ക് പാലിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ശരിക്കും ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് സാധിക്കത്തില്ല. LDF ഒരു തീരുമാനം എടുത്താൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഞങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് പോളിറ്റിക്സ് പറഞ്ഞു, മുന്നണിയുടെ ഡിസിപ്ലിനും പാലിക്കുകയും വേണം. ഞങ്ങൾ ചോദിച്ചല്ലോ, ഒരു പോലീസ് ഓഫീസർ എങ്ങനെ പോളിറ്റിക്സ് അന്വേഷിക്കും? അത് ഞങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. ഞങ്ങൾക്ക് ആ ചട്ടക്കൂടിന് പുറത്തുനിന്ന് സംസാരിക്കണമെങ്കിൽ അതിന് മറ്റു രാഷ്ട്രീയ തീരുമാനം വേണം. ഇപ്പോൾ അത് ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല. കണ്ണൂർ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ P. ജയരാജനും TV. രാജേഷിനും തിരിച്ചടി. കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിടുതൽ ഹർജി എറണാകുളം CBI കോടതി തള്ളി. ഇതോടെ ഇരുവരും വിചാരണ നേരിടണം. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി കൈക്കൊള്ളുമെന്നും P. ജയരാജൻ പ്രതികരിച്ചു. കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനാണ് വിടുതൽ ഹർജി നൽകിയതെന്ന് ഷുക്കൂറിന്റെ സഹോദരൻ ദാവൂദ് വിമർശിച്ചു.